ഈ ഇടുക്കിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേരാണ് പടയപ്പ എന്ന് പറയുന്ന കാട്ടാന. മൂന്നാറിൽ സ്ഥിരമായി ഇപ്പോൾ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ബസ്സുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ആളുകളുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. നേരത്തെ ഇത് അധികം ഉപദ്രവകാരി അല്ലാത്ത നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി ആന വലിയ തോതിൽ ശല്യക്കാരനാകുന്ന പശ്ചാത്തലം. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ ആനയെ കാട് കയറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് വനംവകുപ്പ്. ഇതിനെ ഏത് വിധേനയും കാട്ടിലേക്ക് കയറ്റുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് നടപടിക്രമങ്ങൾ തുടങ്ങുകയാണ്. ജോസിലുണ്ട് ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. ജോസിൽ, ആദ്യഘട്ടത്തിലൊന്നും പടയപ്പ എല്ലാവർക്കും പ്രിയപ്പെട്ട ആനയായിരുന്നു, അത്രയധികം പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചിരുന്നില്ല. എപ്പോഴും നാട്ടുകാർ അതിനെക്കുറിച്ച് വലിയ ആവേശത്തോടെ സംസാരിച്ചിരുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറുന്നു, സ്ഥിരമായി ശല്യക്കാരനാകുന്നു പടയപ്പ. അതുകൊണ്ട് തന്നെ ആനയെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടികൾ തുടങ്ങുകയാണ് വനംവകുപ്പ്. എന്തൊക്കെയാണ് വനംവകുപ്പിന്റെ പ്ലാൻ? മനു പറഞ്ഞതുപോലെ തന്നെ 1990 കാലഘട്ടത്തിൽ മുതൽ മൂന്നാർ ടൗണിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഒരു കാട്ടാനയായിരുന്നു പടയപ്പ. ആ ആന ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറച്ച് അക്രമകാരിയായി മാറുകയാണ്. കാരണം അത് മതപ്പാടിലാണ് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റോഡിലിറങ്ങുന്ന വാഹനങ്ങൾ അടക്കമുള്ളത് തകർക്കുന്നത്. ആളുകളെ ഉപദ്രവിക്കുന്ന സ്ഥിതി ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പക്ഷേ വാഹനങ്ങൾ അതിനൊരു ശത്രുവായി മാറുകയാണ്. അതിന് കാരണമായി പറഞ്ഞത് അതിന്റെ കൂടത്തിലുണ്ടായിരുന്ന ഒരു പിടിയാനയെ ഒരു JCB ഉപയോഗിച്ച് നേരത്തെ ഒന്ന് അതിന്റെ അടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഒരു പിടിയാന. അതിനുശേഷമാണ് ഈ പടയപ്പ ഈ വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടങ്ങിയത് എന്നുള്ള രീതിയിലൊരു സംസാരം ഉണ്ട്. എന്താണെങ്കിലും ഇപ്പൊ നിലവിൽ ആന ഒരു ആക്രമകാരിയായി മാറുന്ന, വാഹനങ്ങൾക്ക് നേരെ ആക്രമകാരിയായി മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പടയപ്പയെ കൃത്യമായി നിരീക്ഷിക്കാൻ ഇപ്പം വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ തൊട്ടു മുമ്പ് ഞാൻ റേഞ്ച് ഓഫീസറോട് സംസാരിച്ചപ്പോൾ പടയപ്പയെ മാത്രമല്ല ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന മുഴുവൻ കാട്ടാനകളെയും നിരീക്ഷിക്കാൻ ശക്തമായ സംവിധാനം, അത് പ്രദേശവാസികളായ വാച്ചർമാരെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്താനും ഒരു ആനയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ശക്തമായ നിലപാടാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി സർക്കാർ പുതിയ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് 9 മണി മുതൽ ഈ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ ഈ കാട്ടാന കൂട്ടങ്ങളെ എല്ലാം നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കൃത്യമായി എല്ലാ ആനകളെയും മോണിറ്റർ ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ പടയപ്പ അടക്കമുള്ള ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെ ഉൾക്കാട്ടിൽ തന്നെ നിലനിർത്താൻ വേണ്ടി ഉള്ള സംവിധാനങ്ങൾ സ്വീകരിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം പടയപ്പ മാത്രമല്ല ഇടമലക്കുടി മുള്ള എല്ലാ മേഖലകളിലും വലിയ കാട്ടാനക്കൂട്ടം ഇപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളൊക്കെ വിളിച്ചു കഴിയുമ്പം പാലക്കാട് നിന്നും അതുപോലെ തന്നെ ആ പ്രദേശത്ത് നിന്ന് കർണാടക മേഖലയിൽ നിന്നടക്കം ഈ ആനക്കൂട്ടങ്ങൾ ഈ പ്രദേശത്തേക്ക് വന്ന് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആനക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഭക്ഷണവും വെള്ളവും ഈ കാടിനുള്ളിൽ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അനിയന്ത്രിതമായ തോതിൽ ഇതിന്റെ വംശവർദ്ധനം ഉണ്ടായിട്ടുണ്ട്. അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം 1972 വന്യജീവി സംരക്ഷണത്തിലടക്കം മാറ്റം കൊണ്ടുവന്ന് ഈ കുറെ നാളുകളായി നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണ് ഈ 1972 വനം വന്യജീവി സംരക്ഷണ നിയമം. അത് വലിയ തോതിൽ മലയോര മേഖലകളിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അത് മാറ്റണമെന്ന് പലതവണ, അല്ലെങ്കിൽ അതിൽ ഭേദഗതി കൊണ്ടുവരണമെന്ന് പലതവണ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അവർ അതിലൊരു നിഷേധാത്മകമായ സമീപനം തുടരുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ മാത്രമല്ല മലയോര മേഖലയുള്ള വനമേഖലയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും മനുഷ്യരുടെ ജീവിതം വലിയ തോതിൽ കഷ്ടപ്പാടിലാക്കുകയാണ്. ഇപ്പോൾ പലതരത്തിൽ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഈ പടയപ്പ എന്ന് പറയുന്ന ആന ഒരു കാലഘട്ടത്തിൽ മൂന്നാറിൻ്റെ പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷേ ഇന്നത് ശല്യക്കാരനായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആനയെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുകയാണ് വനം വകുപ്പ്. ഒപ്പം തന്നെ നാട്ടിലിറങ്ങുന്ന മറ്റു പ്രധാനപ്പെട്ട ആനകളെയൊക്കെ നിരീക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങളും ശക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങളാണ് ജോസിൽ നമുക്ക് നൽകിയത്.